നവീൻ ബാബുവിൻ്റെ മരണം കേരള മനസാക്ഷിയെ അത്രമേൽ ഉലച്ച ഒന്നായിരുന്നു. ഇപ്പോഴിതാ കേസിൽ നിർണായകമായ ഒരു വഴിത്തിരിവുണ്ടായിരിക്കുകയാണ്. നവീൻ ബാബുവിൻ്റെ മരണത്തിൽ പുനരന്വേഷണം ഉറപ്പായി കഴിഞ്ഞു. ഇതോടെ ഭരണകക്ഷിയായ CPM വലിയ രീതിയിലുള്ള പ്രതിരോധത്തിലായിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ റാന്നിയിൽ നിന്നും വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ച പഴകുളം മധു നടത്തിയ പ്രസ്താവനകൾ ഈ നീക്കത്തിന് വലിയ ഔദ്യോഗിക പരിവേഷമാണ് നൽകിയിരിക്കുന്നത്. ഒന്നുകിൽ CBI അന്വേഷണം, അല്ലെങ്കിൽ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്ക് വഴങ്ങാത്ത മികച്ച ഉദ്യോഗസ്ഥർ അടങ്ങിയ പ്രത്യേക അന്വേഷണ സംഘം. ഇതിലേതെങ്കിലും ഒന്ന് ഉടൻ തന്നെ സംഭവിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ പുനരന്വേഷണം ഇത്രയധികം പ്രസക്തമാകുന്നത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. നവീൻ ബാബുവിൻ്റെ കുടുംബം തുടക്കം മുതൽ ഉന്നയിച്ച പരാതികൾ മുൻ അന്വേഷണ സംഘം പാടെ അവഗണിക്കുകയായിരുന്നു. ADMൻ്റെ മരണത്തിന് പിന്നിലെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരുന്നതിന് പകരം അതിന് കാരണക്കാരിയായ PP ദിവ്യയെയും കണ്ണൂരിലെ ചില ഉന്നത നേതാക്കളെയും സംരക്ഷിക്കാനാണ് അന്നത്തെ പോലീസ് ശ്രമിച്ചത് എന്ന ആക്ഷേപം ശക്തമാണ്. എന്നാൽ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേസ് വീണ്ടും കുത്തിപ്പൊക്കുമ്പോൾ ചില വമ്പൻ സ്രാവുകൾ വലയിലാകുമെന്ന് ഉറപ്പാണ്. ഈ പുനരന്വേഷണത്തിൽ പ്രധാനമായും 3 കാര്യങ്ങളിലായിരിക്കും ഊന്നൽ നൽകുക. അതിലൊന്നാമത്തേത് PP ദിവ്യയും AK പ്രശാന്തനും തമ്മിലുള്ള ബന്ധമാണ്. പ്രശാന്തൻ എന്ന വ്യക്തിക്ക് വേണ്ടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന തൻ്റെ പദവി ദുരുപയോഗം ചെയ്ത് ദിവ്യ എന്തിന് ഇത്രയധികം വാദിച്ചു എന്നുള്ളത്. നിയമപരമായ തടസ്സങ്ങളുള്ള ഫയലുകൾ നീക്കാൻ ദിവ്യ നവീൻ ബാബുവിൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടേയിരുന്നോ? യാത്രയപ്പ് ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെടാതെ വരികയും അവിടെ വെച്ച് നവീൻ ബാബുവിനെ പരസ്യമായി അപമാനിക്കുകയും ചെയ്തതിന് പിന്നിൽ കൃത്യമായൊരു പ്ലാനിംഗ് ഉണ്ടായിരുന്നില്ലേ എന്നുള്ള ചോദ്യം. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഉത്തരം കണ്ടെത്തേണ്ടി വരും. പ്രശാന്തനും ദിവ്യയും തമ്മിലുള്ള ഫോൺ കോളുകളും കൂടിക്കാഴ്ചകളും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ശാസ്ത്രീയമായ അന്വേഷണം പുതിയ സംഘം നടത്തുമെന്നാണ് സൂചന. രണ്ടാമത്തെ സുപ്രധാന വിഷയം വിവാദമായ പെട്രോൾ പമ്പിൻ്റെ ഉടമസ്ഥാവകാശമാണ്. പ്രശാന്തൻ എന്നൊരു സാധാരണക്കാരൻ ഇത്രയും വലിയൊരു സംരംഭം തുടങ്ങാനുള്ള സാമ്പത്തിക സ്രോതസ് എവിടെ നിന്നാണ് ലഭിച്ചത് എന്നുള്ളതും വ്യക്തമായിരിക്കുന്നു. പമ്പ് തുടങ്ങാനാവശ്യമായ ലക്ഷക്കണക്കിന് രൂപ പ്രശാന്തൻ്റെ അക്കൗണ്ടിൽ എത്തിയതെങ്ങനെ? അതോ പ്രശാന്തൻ എന്നത് വെറുമൊരു മുഖംമൂടി മാത്രമാണോ എന്നുള്ളതും അന്വേഷിക്കേണ്ടി വരും. ഇതിനു പിന്നിലൊരു ബിനാമി ഇടപാട് നടന്നിട്ടുണ്ടോ എന്നതാണ് പുതിയ അന്വേഷണ സംഘം പ്രധാനമായും പരിശോധിക്കുക. കണ്ണൂരിലെ ഏതെങ്കിലും ഉന്നത രാഷ്ട്രീയ നേതാവിൻ്റെ പണമാണോ ഈ പമ്പിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന സംശയം പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ആ നേതാവ് ആരാണെന്ന് കണ്ടെത്തുക എന്നത് ഈ കേസിൻ്റെ ക്ലൈമാക്സ് തന്നെ ആയിരിക്കും. മൂന്നാമതായി കൈക്കൂലി ആരോപണത്തിലെ സത്യാവസ്ഥയാണ് പുറത്തുവരേണ്ടത്. നവീൻ ബാബുവിന് നൽകാനായി പ്രശാന്തൻ കൊണ്ടുപോയെന്ന് പറയുന്ന പണം അതെവിടെ നിന്ന് സംഘടിപ്പിച്ചു എന്നുള്ളതും ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. ആ പണം ആരുടേതാണ് എന്നും അറിയാൻ കഴിയും. നവീൻ ബാബു പണം വാങ്ങിയതിന് എന്തെങ്കിലും തെളിവുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. മുൻ അന്വേഷണ സംഘം പ്രശാന്തൻ്റെ മൊഴി കണ്ണടച്ച് വിശ്വസിക്കുകയായിരുന്നു. എന്നാൽ ഇനി അക്കൗണ്ട് വിവരങ്ങളും പണമിടപാടുകളും ഓരോന്നായി പരിശോധിക്കപ്പെടുകയാണ്. പ്രശാന്തൻ പറഞ്ഞ കാര്യങ്ങളിലെ വൈരുദ്ധ്യം പുറത്തു കൊണ്ടുവരാൻ ഒരു നിഷ്പക്ഷമായ അന്വേഷണത്തിന് സാധിക്കുമെന്ന് ഉറപ്പാണ്. പുതിയ മന്ത്രിസഭയുടെ ആദ്യത്തെയും പ്രധാനപ്പെട്ടതുമായ നടപടികളിൽ ഒന്ന് നവീൻ ബാബു കേസിൽ പുനരന്വേഷണം പ്രഖ്യാപിക്കുക എന്നതായിരിക്കും. ഇത് CPMനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയാണ്. പ്രത്യേകിച്ച് കണ്ണൂരിലെ പാർട്ടി നേതൃത്വം ഈ വിഷയത്തിൽ പ്രതിക്കൂട്ടിലാണ്. നവീൻ ബാബുവിൻ്റെ കുടുംബം നേരിട്ട നീതി നിഷേധത്തിന് ഒരു പരിഹാരമുണ്ടാകണമെന്നത് ഇന്ന് കേരളത്തിൻ്റെ ഒരു പൊതുവികാരമായി മാറിക്കഴിഞ്ഞു. രാഷ്ട്രീയപരമായ ഇടപെടലുകൾ നടത്തി കേസ് അട്ടിമറിക്കാൻ നോക്കിയവർക്ക് ഇതൊരു വലിയ തിരിച്ചടിയാകും. ഈ പോരാട്ടം നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥൻ്റെ കുടുംബത്തിന് വേണ്ടി മാത്രമല്ല, മറിച്ച് സത്യസന്ധമായി ജോലി ചെയ്യുന്ന ഓരോ സർക്കാർ ജീവനക്കാരൻ്റെയും ആത്മവിശ്വാസം വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. കുറ്റവാളികൾ എത്ര ഉന്നതരായാലും അവർ നിയമത്തിന് മുന്നിൽ വരണം. PP ദിവ്യയുടെ പങ്ക് മുതൽ ഇതിന് പിന്നിൽ കളിച്ച രാഷ്ട്രീയ ബുദ്ധി കേന്ദ്രങ്ങൾ വരെ പുറത്തു വരണം. വരും ദിവസങ്ങളിൽ കേസിൽ CBI എത്തുമ്പോൾ കേരളം ഇതുവരെ കാണാത്ത പല സത്യങ്ങളും പുറത്തു വരികയാണ്. നവീൻ ബാബുവിന് നീതി ലഭിക്കാനായി പത്തനംതിട്ടയും കണ്ണൂരും ഒരുപോലെ കണ്ണും നട്ട് കാത്തിരിക്കുന്നു. അധികാരത്തിൻ്റെ തണലിൽ എന്തും ചെയ്യാമെന്ന് കരുതിയവർക്കുള്ള ശക്തമായ താക്കീതായിരിക്കും ഈ പുനരന്വേഷണം.